ക്ലാസ്സിൽ നമ്മൾ ഫയൽസിനെ കുറിച്ചാണ് പഠിച്ചത്. ഫയൽസിനകത്ത് ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പഠിച്ചു. ഒരു ഫയലിലേക്ക് ഒരു കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഒരു ഫയൽ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. നൗ ടുഡേ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫയൽ എൻ്റെ കയ്യിലുണ്ട്. ആ ഫയലിലെ കണ്ടന്റ് ഞാൻ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിലേക്ക് റീഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ എനിക്ക് നെയിംസ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട് എൻ്റെ കയ്യിൽ. ആ നെയിംസ് ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ടെസ്റ്റ് ഫയൽസ് എന്ന് പറഞ്ഞ ഫോൾഡറുണ്ട്. സിക്കകത്ത് ടെസ്റ്റ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്താണ് names.txt എന്ന് പറഞ്ഞൊരു ഫയലുള്ളത്. അപ്പോൾ എനിക്കത് റീഡ് ചെയ്ത് വാങ്ങിക്കണം. അതൊരു പ്രോഗ്രാമിലേക്ക് എനിക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ റീഡ് the content from a file. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഫയൽ എടുത്തു. ആ ഫയലിനെ ഓപ്പൺ ചെയ്യണം. f open. ഞാൻ ആ ഫയലിൻ്റെ പേര് ലൊക്കേഷൻ പറയാണ്. സിക്കകത്ത് // കൊടുക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ടെസ്റ്റ് ഫയൽ / ഫയലിൻ്റെ പേരെന്ന് പറയുന്ന names.txt. നൗ നേരത്തെ നമ്മൾ റൈറ്റും അപ്പൻഡും നമ്മൾ പഠിച്ചായിരുന്നു. ഇനി അടുത്ത മോഡ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് റീഡാണ്. സോ റീഡ് നമ്മൾ നോക്കി. ഇപ്പം റീഡ് എന്ന് പറയുമ്പോൾ ഈ ഫയൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? റീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? എനിക്ക് നെയിമാണ് റീഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നെയിം ആണ് റീഡ് ചെയ്യേണ്ടത്. സോ സാധാരണ യൂസറിൻ്റെ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്കാൻഎഫ് %s നെയിം. ഇങ്ങനെ ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. ഇത് സ്കാൻഎഫ്. ഇതെന്താ ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? റീഡ് എ സ്ട്രിങ് ഫ്രം യൂസർ അല്ല എന്നുണ്ടെങ്കിൽ ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്. അതായത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസിനെ എനിക്ക് വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? കീബോർഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ യൂസർ ടൈപ്പ് ചെയ്യുന്ന എന്തിലാണ്? കീബോർഡിനകത്താണ്. കീബോർഡ് വഴി എനിക്ക് ഒരു കാര്യം റീഡ് ചെയ്യുന്നതിനാണ് ഞാൻ സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത്. സ്കാൻഎഫ് %s എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്. ഇനി ഞാൻ scanf എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റീഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു ഫയലിൽ നിന്നാണ്. അപ്പോൾ ഫയൽ ഏതാണെന്നും കൂടെ പറഞ്ഞു കൊടുക്കുക. സോ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? റീഡ് എ സ്ട്രിങ് ഫ്രം ഫയൽ പോയിന്റഡ് ബൈ ഫയൽ പോയിന്റർ. ഒരു ഫയൽ പോയിന്റർ, അതായത് എഫ് പോയിന്റ് ചെയ്യുന്ന ഫയലിൽ നിന്നും ഒരു വാല്യൂ റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം ഇവിടെ %s എന്ന് പറയുന്ന ഒരു സ്ട്രിങ് റീഡ് ചെയ്യുക. അത് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുക? നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ എഫിൽ നിന്നും ഒരു വാല്യൂ റീഡ് ചെയ്യും. അതിനെ ഞാൻ എങ്ങോട്ടേക്ക് ഒരു സ്ട്രിങ് റീഡ് ചെയ്യും. അതിനെ ഞാൻ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. നൗ ഞാൻ റീഡ് ചെയ്ത വാല്യൂ ഞാൻ എന്ത് ചെയ്യാണ്? റീഡ് ചെയ്ത വാല്യൂ ഞാനൊന്ന് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് നമ്മുടെ മോണിറ്ററിലേക്ക് ഞാനൊന്ന് പ്രിന്റ് ചെയ്യണം. ഇത് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. നൗ ഞാൻ എന്ത് ചെയ്യാണ്? റീഡ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഫയൽ ക്ലോസ് ചെയ്യുന്നു. close. ഞാൻ എൻ്റെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ എനിക്ക് സംഗീതം മാത്രമേ വന്നുള്ളൂ. അതായത്
നെയിം എന്ന് പറഞ്ഞൊരു ഫയലിനകത്ത് 8 പേരുടെ നെയിമുണ്ട്. 8 പേരുടെ നെയിമിൽ എനിക്ക് ആരെ മാത്രമേ കിട്ടിയുള്ളൂ? എനിക്ക് ആകെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ %s എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലാഷൻ, ഒരു ന്യൂ ലൈൻ വരുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയി പോകും. അതായത് ഒന്നുകിൽ സ്പേസ് അല്ലെങ്കിൽ സ്ലാഷൻ വരുമ്പോൾ സ്റ്റോപ്പ് ആയി പോകും. അപ്പോൾ ഞാൻ റീഡ് ചെയ്ത് തുടങ്ങും. ആദ്യം ഇവിടുന്ന് റീഡ് ചെയ്ത് തുടങ്ങി ഇവിടെ സംഗീത TH കഴിയുമ്പോൾ ഒരു സ്ലാഷൻ വരികയാണ്. സ്ലാഷൻ വരുമ്പോൾ അത്രയും വാല്യൂസ് മാത്രമേ ആര് റീഡ് ചെയ്യത്തുള്ളൂ? സ്കാൻഎഫ് റീഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ എനിക്ക് അടുത്ത ആളുടെ പേര് വേണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും സ്കാൻഎഫ് ചെയ്യണം, scanf ചെയ്യണം. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ലൈൻ ഇവിടെ ഒരു സ്ലാഷനും കൂടെ കൊടുക്കുന്നു. എന്നിട്ട് ഈ 2 ലൈൻ ഞാൻ വീണ്ടും കോപ്പി ചെയ്തിടുന്നു. ഓക്കെ, കോപ്പി ചെയ്തിടുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ വീണ്ടും റൺ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് 2 പ്രാവശ്യം ഞാൻ എടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം scanf ചെയ്യുന്നുണ്ട്. 2 പേരുടെ പേര് കിട്ടി. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ലിസ്റ്റിന്, ഈ ഒരു നെയിം എന്ന് പറയുന്ന ഫയലിനകത്തുള്ള എല്ലാ ആൾക്കാരുടെയും പേര് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് എത്ര വരെ കണ്ടിന്യൂ ചെയ്യണം? എനിക്ക് എല്ലാ ആൾക്കാരുടെയും പേര് ഡിസ്പ്ലേ ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ ഫയല് എൻഡ് ആകുന്നവരെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റല്ലേ എനിക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത്, നമ്മൾ അടുത്ത ഒരു ഇൻബിൽഡ് ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഫയൽ എൻഡ് ഓഫ് ഫയൽ ഒരു ഫയൽ പോയിന്റർ പറയുക. ഇതെന്ന് പറയുന്നത് ഫയൽ എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്ന ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഫയൽ എൻഡ് ഓഫ് ഫയൽ ഓഫ് f checks whether a file reaches its end ആയോ, അതായത് ഫയൽ കംപ്ലീറ്റ് ആയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാണ്. ഇനി ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? റിട്ടേൺസ് 1 if ഫയൽ ends. 1 ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? റിട്ടേൺ 1 ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഫയൽ എൻഡ് ആയി. റിട്ടേൺസ് 0 if not ഫയൽ എൻഡ്. ഫയൽ എൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? അല്ലെങ്കിൽ അതർവൈസ് റിട്ടേൺ 0. അതായത് ഫയൽ എൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ എനിക്ക് ഫയൽ എൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നെയിം റീഡ് ചെയ്തിട്ട് നെയിം ഡിസ്പ്ലേ ചെയ്യണം. സോ ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ, ഫയൽ എൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അടുത്ത പേര് റീഡ് ചെയ്യണം. ആ പേര് ഞാൻ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യണം. വീണ്ടും എൻഡ് ആയെന്ന് നോക്കും. എൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പേര് റീഡ് ചെയ്യും. ആ പേര് ഞാൻ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. ഈ ഒരു പ്രോസസ്സ് എപ്പോഴായിരിക്കും വെളിയിൽ വരുന്നത്? ഈ ഫയൽ എൻഡ് ഓഫ് ഫയൽ റിട്ടേൺ 1 ആവുമ്പോൾ എന്ത് സംഭവിക്കും? 1 ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഫെയിൽ ആകുകയും ഈ ഒരു വൈൽ ലൂപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങുകയും ചെയ്യും. അല്ലാത്ത കേസസിൽ, ദാറ്റ് ഈസ് ഫയൽ എൻഡ് ഓഫ് ഫയൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? 0. അതായത് ഫയൽ എൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിനകത്ത് കയറും. ഫയൽ എൻഡ് ആയി എന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ഫയൽ ക്ലോസ് ചെയ്യും. നമുക്കൊന്ന് നോക്കി നോക്കാം എല്ലാ ആൾക്കാരുടെയും പേര് കിട്ടുന്നുണ്ടോ എന്ന്. നോക്കാം. നോക്കിയേ, ഇവിടെ 8 പേരുടെ പേരുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. 1 2 3 4 5 6 7 8. 8 പേരുടെ പേരുണ്ട്. ഇവിടെയും 8 പേരുടെ പേരുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫയലിനകത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് കിട്ടി. ഞാൻ പ്രിന്റ് ചെയ്ത് കാണിച്ചു. നൗ ഇതിനകത്ത് നമുക്ക് ചില പ്രോസസ്സിങ് ചെയ്യാം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ റീഡ് ചെയ്തിരിക്കുന്നത്? ഒരു പേര് റീഡ് ചെയ്തിട്ടുണ്ട്. പേര് റീഡ് ചെയ്തതിന് ശേഷം അവരുടെ പേരിൻ്റെ ലെങ്ത്തും കൂടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യണം.
ഓക്കെ, ഓരോ ആൾക്കാരുടെ പേര് ഞാൻ കൊടുത്തു. ആ പേര് കൊടുത്തതിന് ശേഷം അവരുടെ പേരിൻ്റെ ലെങ്ത് കൂടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ടല്ലോ. എന്താണ്? സ്ട്രിംഗ് ഡോട്ട് എച്ച്. ഇനി ഞാൻ ഫയൽ ആ പേര് ഞാൻ റീഡ് ചെയ്തു. ആ റീഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്താണ് ആഡ് ഓൺ ചെയ്യേണ്ടത്? അതിൻ്റെ ലെങ്ത്തും കൂടെ ആഡ് ഓൺ ചെയ്യണം. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അല്ലേ? ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? strlen എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എന്ത് പാസ് ചെയ്യണം? എന്ത് സ്ട്രിങ് ആണോ എനിക്ക് ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്, ആ സ്ട്രിങ് കൂടെ പാസ് ചെയ്യണം. എനിക്കിവിടെ ആരുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്? നെയിമിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്ട്രിങ് ലെങ്ത് ഓഫ് നെയിം. അപ്പോൾ എനിക്ക് എന്തും കൂടെ പ്രിന്റ് ചെയ്യും? ആദ്യം നെയിം പ്രിന്റ് ചെയ്യും. ഒരു ടാബ് ഇട്ടതിന് ശേഷം അതിൻ്റെ ലെങ്ത്തും കൂടെ പ്രിന്റ് ചെയ്യും. നമുക്കൊന്ന് ഈ ഒരു പ്രോഗ്രാമിൽ വേറെ ഒന്നും ഞാൻ മാറ്റിയില്ല. റീഡ് ചെയ്യുന്നതൊക്കെ അതേപോലെ തന്നെയാണ്. ഞാൻ ആഡ് ഓൺ ചെയ്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് നെയിമിൻ്റെ കൂടെ എന്തും കൂടെ പ്രിന്റ് ചെയ്യണം? എനിക്ക് അതിൻ്റെ ലെങ്ത്തും കൂടെ പ്രിന്റ് ചെയ്യണം. ശരി, നോക്കാം. നോക്കിയേ, സംഗീതം എന്ന് പറയുന്ന 8 നമ്പർ ഉണ്ട്. 1 2 3 3 4 4 പ്ലസ് 4 8 കറക്റ്റ് ആണ്. നേഹ 4 ഉള്ളൂ. കാർത്തി എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് നമ്മൾ എൻ്റർ ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത്, നമുക്കൊരു ഇപ്പോൾ ഇതുവരെ പഠിച്ച എല്ലാ സ്ട്രിങ്ങിൻ്റെ കളിയല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഒരു ഫയലുണ്ട്, ടെക്സ്റ്റ് ഫയൽ. ടെക്സ്റ്റിനകത്ത് ടെക്സ്റ്റ് ഫയലിനകത്ത് ഞാൻ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഫയലിൻ്റെ പേര് numbers.txt എന്നാണ്. എന്താണ്? numbers.txt എന്നാണ്. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്യാണ്. 10 20 56 2 31 6 10 12 40 ഇത്രയും നമ്പേഴ്സ് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഈ നമ്പേഴ്സ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. നമുക്ക് വീണ്ടും ഫയൽ എടുത്തു. ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഫയലിൻ്റെ പേരെന്താണ്? സിക്കകത്ത് ടെക്സ്റ്റ് ഫയലിനകത്ത് ഫയലിൻ്റെ പേരെന്താണ്? നമ്പേഴ്സ് എന്നാണ് ഫയലിൻ്റെ പേര്. നമ്പേഴ്സ് എന്നാണ് ഫയലിൻ്റെ പേര്. അതിനെ ഞാൻ റീഡ് ചെയ്യാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഒരു നമ്പറാണ് ഞാൻ റീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒരു നമ്പർ n എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ എടുത്തു. ഞാൻ എങ്ങനെയാണ് സാധാരണ ഒരു നമ്പർ സ്കാൻ ചെയ്യുന്നത്? റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? %d %n എന്നല്ലേ? അപ്പോൾ ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണ്? fscanf. ആ ഫയലിന്റെ പേരും പോയിന്ററും കൂടെ പറയുക. സോ f, %d %n. അപ്പോൾ എനിക്ക് ആ നമ്പർ കിട്ടി. ആ നമ്പറിനെ ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കണം. printf %d /n. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഒരു നമ്പർ ആയിരിക്കും ഞാൻ റീഡ് ചെയ്യുന്നത്. എനിക്ക് ഒരു നമ്പർ മതിയോ? അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഫയൽ എൻഡ് ആവുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണം. സോ വൈൽ ഫയൽ എൻഡ് ഓഫ് ഫയൽ പോയിന്റർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഫയൽ എംപ്റ്റി ആയില്ല എന്നുണ്ടെങ്കിൽ നമ്പറിനെ റീഡ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന എപ്പോഴായിരിക്കും? ഫയൽ എൻഡ് ആകുമ്പോഴായിരിക്കും വെളിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഫയലിനെ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. നൗ ഐ ആം ഗോയിങ് ടു കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്യുമ്പോൾ അവിടെയുള്ള നമ്പേഴ്സ് എല്ലാം എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ 10 ഫസ്റ്റ് നമ്പർ 10ഉം ലാസ്റ്റ് നമ്പർ 14ഉം ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ 10ഉം ലാസ്റ്റ് നമ്പർ 14ഉം ആണ്. ആണോ?
ആണ്. ഫസ്റ്റ് നമ്പർ 10 ലാസ്റ്റ് നമ്പർ 14 ആണ്. അപ്പോൾ എല്ലാ നമ്പേഴ്സും എനിക്ക് കിട്ടി. Now I want to get the sum and average of these numbers. സമ്മും കണ്ടുപിടിക്കണം, ആവറേജും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സം കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ വേണം. സം ഈക്വൽ ടു 0. അല്ലെങ്കിൽ ആദ്യം നമുക്ക് കൗണ്ട് കണ്ടുപിടിക്കാം. ഇതിനകത്ത് എത്ര നമ്പേഴ്സ് എന്നുള്ള കൗണ്ട് എനിക്ക് വേണം. അപ്പോൾ ഒരു പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഓക്കെ, എനിക്ക് കൗണ്ട് ഓഫ് നമ്പേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് എണ്ണണം. അപ്പോൾ ഒരെണ്ണം സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് എൻഡ് ആകുന്നവരെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ എത്ര പ്രാവശ്യം റീഡ് ചെയ്യുന്നു, അപ്പോൾ അത്രയും പ്രാവശ്യം ഞാൻ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫയൽ എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ കൗണ്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. കൗണ്ട് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ശരി, കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫയലിനകത്ത് 8 എലമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ കൗണ്ട് എനിക്ക് കിട്ടി. നൗ ഐ ആം ഗോയിങ് ടു ടേക്ക് ദി സം ഓഫ് നമ്പേഴ്സ്. സം ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇനിഷ്യലി സമ്മിന്റെ വാല്യൂ 0. ക്യുമുലേറ്റീവ് ആണ് ഞാൻ ചെയ്യേണ്ടത്. സം ഈക്വൽ ടു സം പ്ലസ്, ഇവിടെ അടുത്തത് പറയേണ്ടത് എന്താണ്? നമ്പർ ആണ്. നമ്പർ എവിടെ കിട്ടും? n എന്ന് പറയുന്ന വേരിയബിളിനാണ് കിട്ടുന്നത്. സോ ഓരോ നമ്പറും മാറും. ആദ്യം റീഡ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്പർ ആയിരിക്കും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുത്ത നമ്പർ, ഇങ്ങനെ ക്യുമുലേറ്റീവ് ആയിട്ട് ഞാൻ സമ്മ് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ലൂപ്പ് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? സം ഓഫ് നമ്പേഴ്സ് കിട്ടി. സോ പ്രിന്റ് സം ഓഫ് നമ്പേഴ്സ് എനിക്ക് കിട്ടി. %d/n സം. ഇനി എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ആവറേജ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. സോ ആവറേജ് കണ്ടുപിടിച്ചു. ആവറേജ് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സം ഡിവൈഡഡ് ബൈ കൗണ്ട് ഓഫ് നമ്പേഴ്സ്. സം ഡിവൈഡഡ് ബൈ കൗണ്ട് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ ഇൻറ്റീജർ എന്തായിരിക്കും എനിക്ക് കിട്ടുന്നത്? വേറൊരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. സോ എനിക്ക് ഫ്ലോട്ട് നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ആരെങ്കിലും ഒരാളെ ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സമ്മിനെ ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്യും, കഴിയും. ഇനി അപ്പോൾ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യാം? എനിക്ക് ആവറേജ് പ്രിന്റ് ചെയ്യാം. ആവറേജ് പ്രിന്റ് ചെയ്യാണ്. ആവറേജ് ഈക്വൽ ടു %f/n ആവറേജ്. പ്രോഗ്രാം ചെയ്യാണ്, കമ്പൈൽ ചെയ്യാണ്. അപ്പോൾ 8 നമ്പേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 151 കിട്ടുന്നു. ആവറേജ് എന്ന് പറയുന്നത് 18.875 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫയലിൽ നിന്നും ഒരു നമ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടി, നമ്പർ റീഡ് ചെയ്ത് അതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു സർട്ടൺ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ നമ്പേഴ്സിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ദാറ്റ് ഈസ് സോർട്ടിങ് പെർഫോം ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലാർജസ്റ്റ് ഓഫ് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ക്യാരക്ടേഴ്സ് എങ്ങനെ റീഡ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി പഠിക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഫയലിൻ്റെ എന്തൊക്കെ ഫംഗ്ഷൻസ് പഠിച്ചു? എഫ് ഓപ്പൺ പഠിച്ചു, എഫ് സ്കാൻഎഫ് പഠിച്ചു, എഫ് പ്രിന്റ്എഫ് പഠിച്ചു, എഫ് ഇഒഎഫ് പഠിച്ചു, ദെൻ ലാസ്റ്റ് വൺ ഫയൽ ഓപ്പൺ. അങ്ങനെ 5 ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.